ആര്യാടൻ ഷൗക്കത്ത് കാലുവാരിയെന്ന ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ വി പ്രകാശിന്റെ വീട്ടിലുമെത്തി PV അൻവർ. തന്റെ സുഹൃത്താണെന്നും എല്ലാ ജനങ്ങളും നിലമ്പൂരിൽ തനിക്കൊപ്പമാണെന്നും അൻവർ. നമ്മളെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇന്ന് നോമിനേഷൻ കൊടുത്തു. ഞാൻ രാവിലെ തന്നെ ഞങ്ങളോട് പറഞ്ഞു, ഇന്നലെയാണല്ലോ ഞാൻ മത്സരിക്കുമെന്ന് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ആ തീരുമാനിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്നത്, പ്രകാശും ഞാനൊക്കെ ഒരുമിച്ച് കോളേജിലും യൂത്ത് കോൺഗ്രസിലും KS ഒക്കെ ഉണ്ടായിരുന്ന ഒക്കെ ഞങ്ങൾ സമകാലികരാണ്. പിന്നെ ഇടയ്ക്ക് ഞാൻ ഡൈവേർട്ട് ചെയ്ത് ഇപ്പുറത്തേക്ക് മാറിയിരുന്നു. നമ്മളൊരു പഴയകാല സുഹൃത്ത്, കോളേജ് സുഹൃത്ത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ നമ്മളെ ഒപ്പോണൻറ്റ് കാൻഡിഡേറ്റ്. ആ നിലക്ക് ഇവിടെ വരിക, സ്മിതയും കുട്ടികളെയും കാണുക എന്ന് എത്രയേ ഉദ്ദേശമുള്ളൂ. ഞാനെന്നും പാർട്ടിക്കൊപ്പായിരിക്കും. വി പ്രകാശ് മരിച്ചത് തന്നെ പാർട്ടി പതാക പുറച്ചിട്ടാണ്. ആ പാർട്ടി തന്നെയായിരിക്കും ഞങ്ങളുടെ മരണം വരിക. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഞങ്ങളെന്നും പാർട്ടിക്കൊപ്പം, കോൺഗ്രസ് പാർട്ടിക്കൊപ്പം. ഞങ്ങളെന്നും പാർട്ടിക്കൊപ്പമാണെന്നും പാർട്ടി പതാക പുതച്ചായിരുന്നു വി പ്രകാശിന്റെ അന്ത്യയാത്രയുമെന്നാണ് ഭാര്യ സ്മിത പ്രതികരിച്ചത്. അൻവർ എത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട്. അതാണ് നമ്മൾ കേട്ടത്. UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് ഉയർന്നു കേൾക്കവേ അതൃപ്തി സൂചന നൽകി പ്രകാശിന്റെ കുടുംബം രംഗത്തെത്തിയിരുന്നു. മകൾ നന്ദന പ്രകാശിന്റെ വി പ്രകാശിനെ കുറിച്ചുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതാണ് വലിയ ചർച്ചയായത്. അതിനു പിന്നാലെയാണ് PV അൻവർ പ്രകാശിന്റെ വീട്ടിലെത്തിയത് എന്നുള്ള കാര്യം ഓർക്കണം. അരുൺ അമൃതനാഥ് വിവരങ്ങൾ നൽകുന്നുണ്ട്. അരുൺ, ഓരോ നീക്കവും അളന്നു കുറിച്ചെന്നൊക്കെ പറയുന്നത് പോലെയാണ് PV അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എവിടെയൊക്കെ ശ്രദ്ധ കിട്ടുമോ, ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റുമോ, ആ തരത്തിലാണ് അൻവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വി പ്രകാശിന്റെ വീട്ടിലെത്തിയതിനു ശേഷമുള്ള റിസൾട്ട്, പ്രതികരണം എന്താണ്? അക്ഷയ, നിലമ്പൂരുകാരുടെ സ്വന്തം പ്രകാശേട്ടൻ, കോൺഗ്രസുകാരുടെ ജനകീയനായ DCC പ്രസിഡന്റ്, 2021 ശക്തമായ ഇടതു തരംഗത്തിലും 2700 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് PV അൻവറിന് വി പ്രകാശിനോട് വിജയിക്കാൻ സാധിച്ചത്. ആ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ട് മുൻപേ വി പ്രകാശ് വിടവാങ്ങുകയും ചെയ്തു. എന്നാൽ വി പ്രകാശ് ഈ ഉപതെരഞ്ഞെടുപ്പിലും ചർച്ചയാവുകയാണ്. അതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ് CPM-ഉം ഒപ്പം തന്നെ PV അൻവറും. MV ഗോവിന്ദൻ തുടക്കം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത് വി പ്രകാശിനെ ആര്യാടൻ ഷൗക്കത്ത് കാലുവാരി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. ഒപ്പം തന്നെ PV അൻവർ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുന്നത് വി പ്രകാശിന്റെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെയാണ്. അത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ PV അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. PV അൻവർ അരയും തലയും മുറുക്കി തന്നെയാണ് എല്ലാ സാധ്യതകളും തേടുന്നുണ്ട്, എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വി പ്രകാശിന്റെ കുടുംബം പ്രതികരിച്ചത് വളരെ പക്വതയോടെയാണ്. വി പ്രകാശ് അന്ത്യയാത്ര പാർട്ടി പതാക പുതച്ചായിരുന്നു, അതായിരിക്കും ഞങ്ങളുടെ പാർട്ടി, മരണം വരെയും എന്നൊരു പ്രതികരണത്തിലൂടെ അവർ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോഴും പക്ഷേ ചില ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് ഇതുവരെയും വി പ്രകാശിന്റെ വീട് സന്ദർശിച്ചിട്ടില്ല. UDF നേതാക്കളുടെ പ്രതികരണം അവിടെ ബാക്കിയാണ് എന്നുള്ള ചോദ്യം അവിടെ ഉയർന്നു തന്നെ നിൽക്കും. അതൊരു രാഷ്ട്രീയ ആയുധമായി PV അൻവറിനും ഇടതുപക്ഷത്തിനും ഉപയോഗിക്കാം എന്നുള്ളത് കൂടിയുണ്ട്. വി പ്രകാശ് ഈ ചർച്ചയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ. അക്ഷയ. ശരി, അരുൺ അമൃതനാഥാണ് വിവരങ്ങൾ നൽകുന്നത്. അത് തന്നെയാണ് സ്വാഭാവികമായിട്ടും അവിടെ എത്തിയത് കൊണ്ട് അൻവറിന് എന്തു നേട്ടം എന്നതിനപ്പുറത്തേക്ക് അൻവർ അവിടെ എത്തുന്നു. ആര്യാടൻ ഷൗക്കത്ത് പ്രകാശിന്റെ വീട്ടിൽ ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ളിടത്താണ് ഇത് വലിയ ചർച്ചയായി നിലമ്പൂരിൽ മാറാൻ പോകുന്നതിൽ സംശയമില്ല. പക്ഷേ നാളെയോ മറ്റന്നാളോ ഒക്കെ അങ്ങനെ ഒരു സന്ദർശനവും നമുക്ക് കാണാം എന്ന് പ്രതീക്ഷിക്കാം.